പിള്ളേരെ വളർത്തും, അടിച്ച് വളർത്തണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അടി കിട്ടിയിട്ട് വന്ന് ഇരിക്കണില്ല, ഒരു ഉളുപ്പില്ലാതെ. ഇവനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് കുടുംബത്തിന്. പറഞ്ഞ കേട്ടില്ല ചേട്ടാ. അവൻ പറഞ്ഞില്ല എന്താണ് തെറ്റ്? അവനവന്റെ കാര്യം നോക്കിയാ പോലെ. അങ്ങനെയാണെങ്കിൽ എന്ത് പറഞ്ഞോടാ? വേണ്ട. എടാ എന്റെ മകനെ തല നിനക്കെന്താടാ യോഗ്യത? എടാ നിന്റെ കാര്യം ആലോചിച്ച് ആദ്യം പിടിച്ചിട്ടാണ് അപ്പൊ നേരത്തെ അങ്ങ് പോയത്. അറിയോ? എന്നിട്ട് അപ്പന്റെ ഒരു കടമുറി ഞാനാ നടക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പൊ ജീവിക്കുന്നു. എന്നിട്ട് അവന്റെ കഴിവിന്റെ കഥ ഉണ്ടാക്കാൻ നടക്കുന്നു. എടാ എന്തുവാണ് പറയേണ്ട കാര്യം? എവിടെ വെച്ചാണേലും ആരുടെ മുന്നിലാണേലും പറയണം. അങ്ങനെയാണ് കുറച്ചു മുമ്പ് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞാലേ ശരിയാത്തുള്ളൂ. നാലാളെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ ഇവനൊക്കെ നാണങ്ങളോട്. നിനക്ക് എത്ര വയസ്സായടാ? നിന്റെ പൈസ പറയടാ. 26. ഇവന്റെ പ്രായത്തിൽ നിങ്ങൾ എന്നാ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാണക്കേടിന്റെ കാര്യം. പാതിരാത്രി അയൽ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെ കോഴിക്കോട്ട് നിന്ന് നാട്ടുകാരെ പിടിച്ചു കെട്ടിയപ്പോ അന്ന് നമ്മുടെ അപ്പ അനുഭവിച്ച നാണക്കേടിന്റെ 1000-ൽ 1 ഇവൻ കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഒരാൾ ഉപദേശിക്കാൻ മുമ്പ് താനാളായോ എന്ന് ആലോചിക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ പറയണം. എന്റെ മകൻ എങ്ങനെ ജീവിക്കണം അവനറിയാം. അവൻ ആരുടെ ഉപദേശമൊന്നും വേണ്ട. ഹൃദയം ഒരു